കുട്ടികളെ പോലെ തന്നെ വീടുകളിലും ഒത്തിരി മാറ്റങ്ങളാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നതോടെ ഉണ്ടാകുന്നത് അല്ലേ. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ്രോസ് ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസമാണ്. ആൻഡ്രോസിന്റെ തയ്യാറെടുപ്പുകൾക്കൊപ്പം നമ്മുടെ ലിനറ്റ് വർഗീസും ഉണ്ട്. ലിനറ്റ്, ഗുഡ് മോർണിംഗ്. ആൻഡ്രോസ് പോകാൻ റെഡിയായി കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. തീർച്ചയായും ആൻഡ്രോസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പം 1ാം ക്ലാസ്സിലേക്ക് പുതിയ കുട്ടികൾ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് എത്തുന്നത്. ആൻഡ്രോസ് സ്കൂളിൽ പോകാൻ റെഡിയാണോ? ആണോ? കൂട്ടുകാരൊക്കെ ഓൾറെഡി ഉള്ളവരൊക്കെ തന്നെയാണോ കൂടെ പഠിച്ചവര്? ആണോ? ഏത് സ്കൂളിലാ പഠിക്കുന്നത്? സെന്റ് മേരീസ്. അമ്മ പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? സ്കൂളിൽ ചെല്ലുമ്പോ പാടാൻ ഒരു പാട്ട് പാടുവോ? കണ്ട കണ്ട ചെണ്ട ചെണ്ടയ്ക്കെന്തൊരു മണ്ട ചെണ്ടക്കാര വന്ന മണ്ടക്കിട്ടൊരു കൊണ്ട ചെണ്ടക്കുട്ടമുണ്ടോ ഡിണ്ടക ഡിണ്ടക ഡിണ്ടം ചെണ്ടക്കുട്ടമുണ്ടോ ഡിണ്ടക ഡിണ്ടക ഡിണ്ട. അത്രയല്ല. സ്കൂളിൽ പോകാൻ എന്തൊക്കെ സാധനങ്ങളാ അമ്മയും അച്ഛനൊക്കെ മേടിച്ചു തന്നത്? ബാഗു, കിച്ചു, വാട്ടർ ബോട്ടിലു, ടിഫിൻ ബോക്സ്. പുതിയ ബുക്കൊക്കെ കിട്ടിയോ? ഒന്ന് കാണിച്ചു തരുവോ? എന്തൊക്കെ ബുക്കുകളാ ഉള്ളേ? പഠിക്കാൻ റെഡി ആയിട്ടാണോ ഇരിക്കുന്നേ? എന്തൊക്കെ കാര്യങ്ങളാ മേടിച്ചു തന്നേക്കുന്നേ? ഇത് ആര് മേടിച്ചു തന്നതാ? അമ്മ മേടിച്ചു തന്നത്. നമുക്കറിയാം സ്കൂളിലെ കുട്ടികൾ പോകുന്നതിനൊപ്പം വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട്. ഇപ്പം മോനെ ഇപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് 1ാം ക്ലാസ്സിലോട്ട് വിടുകയാണ്. ഒരു മോനും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷ? ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഓരോ കുഞ്ഞുങ്ങളെയും ഇതാക്കുന്നത്. അവർ നല്ല രീതിയിൽ വളരണം, നല്ല കാഴ്ചപ്പാടുകൾ വേണം, സ്വതന്ത്രമായിട്ട് അവർ ചിന്തിച്ച് പ്രവർത്തിക്കണം. അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തയോട് കൂടി ഓരോ തുടക്കമാവണം. അതിന് വളരെ സന്തോഷത്തിലാണ്. മൂത്ത ആളിപ്പോൾ 4ാം ക്ലാസ്സിലേക്ക്, അതുപോലെ തന്നെ ചെറിയ ആളിപ്പോൾ ഫസ്റ്റിലേക്ക്. അതിൻ്റെ ഒരുപാട് സന്തോഷം. ആൻഡ്രോഷിന്റെ ചേട്ടനും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പം അവധിക്കാലം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എത്രാം ക്ലാസ്സിലേക്ക്? 4ലേക്ക് അല്ലേ? അവധിക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഈ ഒരു 2 മാസം കൊണ്ട്? ആദ്യത്തെ രണ്ടാമത്തെ ആഴ്ച ഞാൻ കൂട്ടുകാരുടെ കൂടെ ഗോവയിൽ ടൂർ പോയി. പിന്നെ ആഴ്ച ഞാൻ അമ്മാമ്മേന്റെ വീട്ടിൽ പോയി. ഇന്നത്തെ ആഴ്ച ബാക്കിയുള്ള വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കളിക്കാൻ പോയി. അല്ല, ഈ 2 മാസം കഴിഞ്ഞിട്ട് കൂട്ടുകാരെയൊക്കെ കാണാൻ പോകുന്ന സന്തോഷത്തിലാണോ? അവരെന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയാനൊക്കെ ഇങ്ങനെ ഓർത്തു വെച്ചേ? ഗോവയിലെ പോയ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ ഓർത്തു വെച്ചിട്ടുണ്ടോ? പുതിയ ടീച്ചറായിരിക്കും. ടീച്ചർമാരെയൊക്കെ കാണാൻ സന്തോഷമാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം